وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാവരിലും അല്ലാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മള് കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് സൂറത്ത് കഹ്ഫിലെ 55-ാമത്തെ ആയത്തിനെയാണ് വിശദീകരിച്ചു കൊണ്ടിരുന്നത്. നമ്മള് മുൻപ് സൂചിപ്പിച്ചതുപോലെ സൂറത്ത് കഹ്ഫിന്റെ 2ാം ഭാഗം അള്ളാഹു മനോഹരമായ ചിന്തകൾ അവതരിപ്പിച്ച് മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെയാണ് ക്രമപ്പെടുത്തേണ്ടത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് മനുഷ്യനുള്ളത് എന്ന് പറഞ്ഞ് അള്ളാഹു ആ 2ാം ഭാഗം അവസാനിപ്പിക്കുകയാണ്. ശേഷം അതിന്റെ 3ാം ഘട്ടമായി അള്ളാഹു അവതരിപ്പിക്കുന്ന അതിലെ ചർച്ചയിലെ 3ാം ഘട്ടമായ മൂസാ നബിയും ഖിളിർ നബിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇനി ശേഷം 2-3 ആയത്തിന് ശേഷം പ്രവേശിക്കാം. പറഞ്ഞു പോകുന്ന വിഷയങ്ങളെ കേൾക്കുന്നതിനപ്പുറം നമ്മളെല്ലാവരും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ധാരാളം ക്ലാസ്സുകളും ധാരാളം പ്രഭാഷണങ്ങളും എല്ലാം നിരന്തരം കേൾക്കുന്നവരാണ് നമ്മൾ. നമുക്ക് ക്ലാസിന്റെയോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളുടെയോ ഒന്നും തന്നെ കുറവ് നമ്മുടെ സമൂഹത്തിനില്ല. എന്നാല് നമ്മുടെ എല്ലാം പ്രശ്നം നമ്മൾ ജീവിക്കുന്ന ഭൂമികയില് എങ്ങനെയാണ് നമ്മൾ ഏറ്റവും നല്ലവരായി ജീവിക്കേണ്ടത്, അതിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കുകയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിലുള്ള നമ്മുടെ വീഴ്ച മാത്രമാണ് നമ്മുടെ പ്രശ്നം. അതിനാല് നമ്മളിതെല്ലാം കേൾക്കുന്നതിനപ്പുറം പ്രയോഗവൽക്കരിക്കാനുള്ള ശ്രമം നന്നായി നടത്തണം. അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സൂറത്ത് കഹ്ഫിലെ 55-ാമത്തെ ആയത്താണ് വമാ മനഅ അന്നാസ അൻ യുഅ്മിനു ഇദ് ജാഅഹുമുൽ ഹുദാ ഇല്ലാ അൻ തഅതിയഹും ഇദ് ജാഅഹുമുൽ ഹുദാ വയസ്തഗ്ഫിറു റബ്ബഹും ഇല്ലാ അൻ തഅതിയഹും സുന്നത്തുൽ അവ്വലീന ഔ യഅതിയഹുമുൽ അദാബു ഖുബുല. നമ്മൾ ഹിദായത്തിനെ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഹിദായത്തിനോട് കൂടെ ഇസ്തിഗ്ഫാറിനെ അള്ളാഹു ചേർത്ത് പറയുന്നത് എന്ന് വിശദീകരിച്ചു. എല്ലാ അമ്പിയാക്കന്മാരും മനുഷ്യ കുടുംബത്തോട് മനുഷ്യൻ എങ്ങനെയാണ് ഭൂമിയിൽ വിനയാന്വിതനായി മാറേണ്ടത്, അതിന്റെ അനിവാര്യതയെ അമ്പിയാക്കന്മാര് നന്നായി പറഞ്ഞു പോയവരാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങാന് എല്ലാ അമ്പിയാക്കന്മാരും അപേക്ഷിക്കുന്നത്, മനുഷ്യരോട് ആജ്ഞാപിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ധാരാളം ഹദീസിലൂടെ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ റസൂലുള്ളാഹ് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ 2-3 ഹദീസിനെ ഉദ്ധരിക്കുകയുണ്ടായി. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണം, പാപമോചനം തേടി മടങ്ങണം. കാരണം ഫ ഇന്നി അതൂബു ഇലൈഹി ഫിൽ യൗമി മിഅത മറ, ഞാൻ ഒരു ദിവസം 100 തവണ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട്. നമ്മള് ആ ഹദീസിനെ തന്നെ നമ്മൾ വിശദീകരിച്ചു. അമ്പിയാക്കന്മാര് മഅസൂമീങ്ങളാണ്. പക്ഷേ അവര് മനുഷ്യർക്ക് മാതൃകയായി അവരുടെ ജീവിതത്തിന് മുമ്പേ അവർക്ക് മുമ്പേ നടന്ന് അവർക്ക് വഴികാട്ടുന്നവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവര് മനുഷ്യനെ ഒരു ധർമ്മം പ്രേരിപ്പിക്കാനും അത് ജീവിതത്തിൽ പാലിക്കാനും പറയുന്നതിന് മുമ്പ് അവർ സ്വയം ജീവിതത്തിൽ അത് പ്രവർത്തിക്കുകയും എന്നിട്ട് മനുഷ്യരോട് പറയുകയും ചെയ്യുക എന്നുള്ളതാണ് അമ്പിയാക്കന്മാരുടെ ശൈലിയും ശീലവും. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂല് മഅസൂമായിരിക്കെ തന്നെ ഞാൻ 100 തവണ അള്ളാഹുവിലേക്ക് പാപമോചനം തേടി മടങ്ങുന്നു. അപ്പോ നിങ്ങൾ എത്രത്തോളം അള്ളാഹുവിന് കീഴ്പ്പെട്ടും അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരായും കഴിയേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ വചനത്തിന്റെ ഉള്ളിൽ പറയാതെ പറയാണ്. അത് നമ്മൾ സൂറത്ത് നൂഹിലെ ഒരായത്തിനെ നമ്മൾ അതുമായി ചേർത്ത് വെച്ച് നമ്മൾ വിശദീകരിച്ചു. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അള്ളാഹുവിലേക്ക് പാപമോചനം തേടി മടങ്ങണം. ഇന്നഹു കാന ഗഫാറ,
അവൻ ഏറെ നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ്. യുർസിലിസ്സമ അലൈക്കും മിദ്റാറ, അവൻ നിങ്ങൾക്ക് വാനലോകത്തിൽ നിന്നും നിങ്ങൾ നന്നായി ഇസ്തിഗ്ഫാർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവനെ മഴ വർഷിപ്പിക്കും. അതുകൊണ്ടാണ് മഴയില്ലാതെ പോകുമ്പോൾ നമ്മള് കന്നുകാലികളെയും പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന എല്ലാവരും മൈതാനത്ത് ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുന്നത്. ഇതാണ് മഴയ്ക്ക് വേണ്ടിയുള്ള പിന്നെ തേട്ടം. അതുപോലെ തന്നെ സൂര്യഗ്രഹണം, അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണം, ഈ സമയങ്ങളിലും നമ്മൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുന്ന ചില നിമിഷങ്ങളും സമയങ്ങളുമാണ് അതെല്ലാം തന്നെ. കാരണം അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും പടച്ച തമ്പുരാന്റെ അദാബിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ടും മനുഷ്യന് അവനിലേക്ക് ഹൃദയപൂർവ്വം മടങ്ങേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ, ഇത്തരത്തിലുള്ള ചില പ്രതിഭാസങ്ങൾ സംഭവിക്കുമ്പോഴെല്ലാം റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ ഈ നമ്മളറിയാതെ ഈ പ്രഭാതം പുലരി വിടരുകയും നമ്മളറിയാതെ അത് അസ്തമിക്കുകയും ചെയ്യുന്നു. നമ്മളറിയാതെ നമുക്ക് ചുറ്റും പലതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ അള്ളാഹു മുദബ്ബിറായ അള്ളാഹുവിന്റെ അതിബലിഷ്ഠമായ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് ഇതിങ്ങനെ ചലിക്കുകയാണ്. അപ്പോ അതിന്റെ ഇടയിൽ അള്ളാഹു തന്നെ മുന്നറിയിപ്പ് നൽകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിന് എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോണത്, ഇതിന്റെ അവസാനം എങ്ങനെയൊക്കെയാണ്, ഇതിന്റെ ഒടുക്കം എങ്ങനെയൊക്കെയാണ്. അപ്പോ നമ്മളെ ജീവിതം നഷ്ടപ്പെടാതെ അതിന്റെ ഇടയിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായി നമ്മൾ നമ്മുടെ സമയത്തെ നമ്മൾ കഴിച്ചു കടത്തേണ്ടതുണ്ട്. അവിടെ നമ്മൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ഏറ്റവും നല്ലവരായി ഈ ഭൂമിയിൽ നിന്ന് വിടചൊല്ലി പോവേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ പരിശുദ്ധ റസൂല് പ്രത്യേകിച്ച് എല്ലാ അമ്പിയാക്കന്മാരും ഗാഠമായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് ഇസ്തിഗ്ഫാറിന്റെ ആ വിഷയം പറഞ്ഞു. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. നിങ്ങൾ നന്നായി ഇസ്തിഗ്ഫാർ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും പുഷ്ടിപ്പെടുത്തും. അള്ളാഹു നിങ്ങളെ യുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. നിങ്ങൾക്ക് അള്ളാഹു ഭൗതിക പിന്നെ വിസ്തൃതി അള്ളാഹു നൽകുകയും ചെയ്യും, വിശാലത അള്ളാഹു ഉണ്ടാക്കി തരികയും ചെയ്യും സമ്പത്തിലും. അതുപോലെ തന്നെ നിങ്ങളെ ഭൗതികമായ ഇടങ്ങളിലും അള്ളാഹു നിങ്ങൾക്ക് എന്താക്കും, വിശാലത നൽകും. അപ്പൊ ഇതിനെല്ലാം ഇസ്തിഗ്ഫാർ ആവശ്യമാണ്. അപ്പൊ ഇവിടെ റബ്ബഹും, അവരെന്തുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉള്ളിൽ നിരന്തരം നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു സംഭവമുണ്ട്. അതുകൊണ്ടാണ് അല്ലെ നമ്മൾ മുമ്പ് പറഞ്ഞു എന്ന് തോന്നുന്നു, നമ്മൾ എപ്പോഴും നമ്മൾ ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ തന്നെ വിചാരണയ്ക്ക് വിധേയമാക്കി അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങിയിട്ടായിരിക്കണം നമ്മൾ ഉറങ്ങാൻ പോലും പോവേണ്ടത്. ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു വിധി പറയുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം നിങ്ങളുടെ കാര്യത്തിൽ വിധി പറയണം, നിങ്ങൾ ഹിസാബ് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതിന് പിന്നിലുള്ള തേട്ടതാണ്. നിരന്തരമുള്ള ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മള് നമ്മുടെ ജീവിതത്തെ ഏറ്റവും വിനയപൂർണമാക്കണം എന്ന് ഈ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ ചെറിയ വാക്കിലൂടെ പറയുകയുണ്ടായി. അപ്പൊ എന്തുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്തത് വരെ ഇല്ലാൻ തഅ്തിയഹും സുന്നത്തുൽ അവ്വലീന ഔ യഅ്തിയഹുമുൽ അദാബു ഖുബുല. അപ്പൊ ഇവിടെ പ്രശ്നം മുൻഗാമികളായ ആളുകളുടെ പിന്നെ അവർക്ക് സംഭവിച്ച അവരുടെ വിഷയത്തിൽ അള്ളാഹു നടപ്പാക്കിയ ഒന്നിനെയും അല്ലെങ്കിൽ നേരിട്ട് ശിക്ഷ അവർക്ക് ഭവിക്കുകയോ ചെയ്യണമെന്ന അവരുടെ നിലപാടാണ് ഇത്തരത്തിലുള്ള പിന്നെ ജീവിത രീതി സ്വീകരിക്കാതിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത് ഇല്ലാൻ തഅ്തിയഹും സുന്നത്തുൽ അവ്വലീൻ. ഈ സുന്നത്തുൽ അവ്വലീനെ പിന്നെ അതെന്താണ്? അത് മുൻഗാമികൾക്ക് അവരുടെ വിഷയത്തിൽ അള്ളാഹു തീർപ്പ് കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, എല്ലാ പ്രവാചകന്മാർക്ക് പിറകിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചർച്ച ചെയ്യാണ് ലോകത്ത്, അല്ലെ? അത് പ്രവാചകനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം തന്നെ ചർച്ച ചെയ്യുന്നവരുണ്ട്. ആ പ്രതികൂല അവതരണങ്ങളിൽ പിന്നെ അതിർവരമ്പുകൾ വിട്ടുകിടന്ന് ഒരു പ്രവാചകനെ ഒരു വലിയൊരു ജനസമൂഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മഹാവ്യക്തിത്വത്തെ അങ്ങേയറ്റം അവഹേളിക്കുന്നവരും നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാർക്ക് പിറകിലും അള്ളാഹു
ആ പ്രവാചകന്മാരുടെ ഹിജ്റയുടെ ഓരോ പ്രവാചകന്മാരും ഹിജ്റ പോകുമ്പോഴേ ആ പ്രവാചകന്മാർക്ക് പിറകിൽ ഒരു വലിയൊരു ജനതയെ അള്ളാഹു നിഷ്കാസനം ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സമൂഹത്തെയും ഹുജ്ജത്ത് പൂർണ്ണമാകാതെ അള്ളാഹു എന്താക്കൂല, അവരെ ശിക്ഷയ്ക്ക് വിധേയമാക്കൂല എന്നുള്ളതാണ്. ഹുജ്ജത്ത് പൂർണ്ണമാകുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയെ പൂർണ്ണമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ആ ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷവും ധിക്കാരപൂർവ്വം നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് മുകളിൽ അള്ളാഹുവിന്റെ ഇന്തിഖാമിനെ, അള്ളാഹുവിന്റെ ശിക്ഷാ നടപടിയെ അള്ളാഹു സ്വീകരിക്കും. എന്നാൽ സൂറത്ത് അറാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ പ്രവാചകന്മാരെ അള്ളാഹു എണ്ണി പറയുന്നുണ്ട്. നൂഹ് നബി മുതൽ അവിടുന്ന് നൂഹ് നബി കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ആദ്, പിന്നെ ഹൂദ് നബിയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഓരോരോ പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു പറയാണ്. അതിനുശേഷം ആ പ്രവാചകന്മാര് ഹിജ്റ പോകുന്ന കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. സൂറത്ത് അറാഫില് ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നാം നൂഹിനെ തന്റെ ജനതയിലേക്ക് നിയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് നൂഹ് നബി തന്റെ ജനതയോട് സംസാരിക്കുന്ന ഒരു ശൈലി അള്ളാഹു പറയുന്നുണ്ട്. ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, എന്റെ സമൂഹമേ നിങ്ങൾ പടച്ച തമ്പുരാന് പൂർണ്ണാർത്ഥത്തിൽ കീഴ്പ്പെട്ട് ജീവിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, നിങ്ങൾക്ക് അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം, ഒരു മഹാദിവസത്തെ നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുകയാണ്. അപ്പൊ അവിടെ അധികാരികളാണ് ആ പ്രവാചകന്റെ നേരെ എല്ലാ പ്രവാചകന്മാരെയും പറയുമ്പോൾ കാലൽ മല ഉമിൻ ഖൗമിഹി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ആ പ്രവാചകനെ ആരാണ് നേരിട്ടത്, ആ പ്രവാചകനെ ആരാണ് എതിർത്തത്, ആ പ്രവാചകനെ ആരാണ് അവഹേളിച്ചത് എന്ന് അള്ളാഹു ചർച്ച ചെയ്യുമ്പോൾ ആ സമൂഹത്തിലെ അധികാരികളും പൗരോഹിത്യവുമാണ് എല്ലാ പ്രവാചകന്മാരെയും തടയിടാൻ ശ്രമിച്ചത് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. പുതിയ ലോകത്തും നമ്മൾ ഒന്നില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ രൂപത്തിൽ പ്രവാചകന്മാരെ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്തുകൊണ്ട് അധികാരവും പൗരോഹിത്യവും അതിശക്തമായിട്ട് ഇതിനെ തടയിടാനുള്ള ശ്രമം നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ മലക്കുകളാണ് അധികാരികളാണ്. അവർ ഈ ഭൂമിയിൽ ഒരിക്കലും തന്നെ ശാന്തിയോ സമാധാനമോ ആഗ്രഹിക്കുന്നില്ല. അവര് വാക്കുകൊണ്ട് മനോഹരമായിട്ട് തേനൂറുന്ന വാക്കുകളെ കൊണ്ട് അവര് അവതരിപ്പിക്കുകയും അവർ തിരിഞ്ഞു നടന്ന് അവരുടെ ഇടങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ചതിയും വഞ്ചനയും നടത്തി സമൂഹത്തിൽ കുഴപ്പങ്ങളും കലാപങ്ങളും സൃഷ്ടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അതുകൊണ്ടാണ് മലക് എന്ന് പറയുന്നതിനെ വളരെ ശ്രദ്ധാപൂർവം വായിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഇവിടെയുള്ള ചർച്ചാ വിഷയമല്ല. എന്നാലും ഞാൻ ഈ സുന്നത്തുൽ അവലീന എന്ന് പറയുന്നിടത്ത് എന്താണ് അള്ളാഹു അവർക്ക് മുകളിൽ നടത്തിയ അള്ളാഹുവിന്റെ ആ ഭൗതികമായ സുന്നത്ത് എന്തായിരുന്നു, അതിനെ പറയുന്ന ഭാഗത്ത് നമ്മൾ ഇത് വായിച്ചു പോകുമ്പോൾ ആ മലകിനെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഇതിൽ തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മൾ ഇത് പറയുന്നുണ്ട്, എന്താണ് മലക് എന്നും മലകുകളുടെ പിന്നെ ഭീകരത എന്താണെന്നും അവരെന്തൊക്കെയാണ്, അവരുടെ ഓരോ കാൽവെപ്പിലും അവരെങ്ങനെയൊക്കെയാണ് അവരുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അവര് ചതിയും വഞ്ചനയും പ്രയോഗിക്കുന്നത് എന്നെല്ലാം തന്നെ ഈ പിന്നെ സൂറത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇൻഷാ അള്ളാ ചില വിഷയങ്ങളെല്ലാം അവിടെ പരാമർശിക്കുന്നുണ്ട്. അത് നമുക്ക് ആ സമയത്ത് വിശദീകരിച്ച് പറയാം. അപ്പൊ ഏതായാലും ഇവിടെ പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമിനോട് അധികാരികള് പറയാണ്. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹു പറയാണ് ഫകദ്ദബൂഹു, ആ സമൂഹം അദ്ദേഹത്തെ പിന്നെ നിരാകരിച്ചു. ഫഅൻജയ്നാഹു, അദ്ദേഹത്തെ നാം രക്ഷിച്ചു. വല്ലദീന മഅഹു, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും ഫിൽ ഫുൽക്കി, ആ കപ്പലിൽ. വഅഗ്റഖ്നല്ലദീന കദ്ദബൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ ആയത്തുകളെ കളവാക്കിയവരെ നാം എന്താക്കി, മുക്കിക്കൊല്ലുകയും ചെയ്തു. ഇന്നഹും കാനു ഖൗമൻ അമീൻ, അവർ അന്ധരായ ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഹിദായത്തിന്റെ ഇൽമി എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇൽമിന് വിശുദ്ധ ഖുർആൻ ഇപ്പോ സൂറത്ത് ആലി ഇമ്രാനില് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി എന്ന് പറയുന്നത്. അത് ഉലമാക്കളോട് ചേർത്തിട്ടാണ് അത് പറയുന്നത്. ഖായിമൻ ബിൽ ഖിസ്തി എന്ന് പറഞ്ഞാൽ നീതിബോധമുള്ള ജ്ഞാനം ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പൊ വിജ്ഞാനം അഹങ്കാരത്തിൻ്റെതായിരിക്കാൻ പാടില്ല, അഹങ്കാരത്തോട് കൂടിയിട്ടാകാൻ പാടില്ല പിന്നീട് അത് പ്രയോഗിക്കേണ്ടത്. നീതിബോധം ഉണ്ടായിരിക്കണം, വിനയം ഉണ്ടായിരിക്കണം. അങ്ങനെ ആ ഇൽമിനെ പ്രയോഗിക്കാൻ കഴിയണം. വിനയമില്ലാത്തൊരു ഇൽമ് ഒരിക്കലും തന്നെ ആ വ്യക്തിക്കും സമൂഹത്തിനും ഉപകാരപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് ഖായിമൻ ബിൽ ഖിസ്തി, നീതിബോധം പുലർത്താൻ
പുലർത്തുന്ന ആളുകൾക്ക് മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, അവർക്കുള്ള ഇൽമ കൊണ്ട് അവർക്കും സമൂഹത്തിനും അത് ഉപകാരപ്പെടുള്ളൂ. അല്ലെങ്കിൽ മഹാ പ്രശ്നങ്ങളെ മാത്രം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. കളവുകൾ പറഞ്ഞും ചതികൾ നടത്തിയും വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞും അവഹേളിച്ചും നിന്ദിച്ചും മനുഷ്യരെ ഏറ്റവും വൃത്തികെട്ടവരായിട്ട് പിന്നെ വ്യാഖ്യാനിച്ചുമെല്ലാം ആയിരിക്കും അത്തരക്കാര് അവരുടെ കാര്യങ്ങളെ വിഷയങ്ങൾ അവതരിപ്പിക്കുക. അപ്പോ ഇൽമ് ഉണ്ടാകുന്നതോടൊപ്പം അറിവ് ഉള്ളതിനോടൊപ്പം ആ അറിവിനെ വിനയവും കൂടി ആ മനുഷ്യർക്ക് ഉണ്ടായിരിക്കണം, നീതിബോധവും കൂടി ഉണ്ടായിരിക്കണം. നീതിബോധം എന്ന് പറയുന്നത് അത് വാക്കിലുള്ള നീതിയുണ്ട്, അതുപോലെ തന്നെ കർമ്മത്തിൽ പുലർത്തേണ്ട നീതിബോധമുണ്ട്, വാക്കിൽ പ്രയോഗിക്കേണ്ട നീതിബോധമുണ്ട്. ഇത് രണ്ടും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ വൃത്തികെട്ടത് മാത്രമേ പറയുകയുള്ളൂ. അവന്റെ ആ ചിന്ത കൊണ്ട് അറിവ് കൊണ്ട് ഒരിക്കലും തന്നെ സമൂഹത്തിന് ഒരു ഉപകാരം ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ ഏതായാലും ഇവിടെ ഇവര് അന്ധരായൊരു സമൂഹമായിരുന്നു എന്നാണ്. അവർക്കറിയാം നൂഹ് നബി ആരാണ്, അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് അദ്ദേഹം നടത്തുന്നത്, ഭൂമിയിൽ അദ്ദേഹം പിന്നെ ആഗ്രഹിക്കുന്നത് എന്താണ്, ഇതെല്ലാം അധികാരികൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത്തരത്തിലുള്ള ഒരു സംവിധാനം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനെ അത് ഭീഷണിയാണ് എന്നുള്ളതാണ്. നീതിബോധം, സമത്വം, മനുഷ്യർക്കിടയിലുള്ള ശാന്തമായ അവരുടെ ജീവിതാവസ്ഥ, ഇതൊന്നും ഒരിക്കലും തന്നെ ഒരു അധികാര കേന്ദ്രങ്ങളിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാരത്തെ നിലനിർത്താന് അവർക്കൊരിക്കലും പര്യാപ്തമായ ഒന്നല്ല. ഇപ്പോഴും പ്രശ്നങ്ങളും സങ്കീർണതകളും സൃഷ്ടിച്ച് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് രണ്ട് ചേരികളിലും ഒരുപോലെ നിന്നുകൊണ്ട് ഇടപെടുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടെങ്കിൽ മാത്രമേ അവർ ഇച്ഛിക്കുന്ന രൂപത്തിൽ അവർക്ക് അവരുടെ കാര്യങ്ങളെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത്തരം ഒരു അവസ്ഥ ഒരു കാലത്തും ഒരാളും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നീതിമാനായ ഭരണാധികാരിയെ അർഷിന്റെ തണൽ കിട്ടുന്ന 7 ആളുകളിൽ ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേർത്ത് വെക്കുന്നത്, അല്ലെ? ഇമാമുൻ ആദിലുൻ, നീതിബോധമുള്ള ഭരണാധികാരി എന്നാണ്. 7 ആളുകൾക്ക് അത് അപൂർവമായിട്ട് മാത്രം നടക്കുന്ന ഒന്നാണ് എന്നാണ് നമുക്ക് ഹദീസിനെ നന്നായിട്ട് പിന്നെ വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുക. നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇതെല്ലാം അപൂർവമായിട്ട് മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് നീതിബോധമുള്ള പിന്നെ ഭരണാധികാരികൾ ചരിത്രത്തിൽ വളരെ വിരളമായിട്ട് മാത്രമല്ലേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. അവരുടെ പേരുകൾ ഇന്ന് ഒരു ഉമറിന്റെ പേര് നമ്മൾ പിന്നെ എല്ലാവരിൽ നിന്നും കേൾക്കുന്നു, റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണ്? അപ്പൊ ഒരു നീതിബോധമുള്ള ഭരണാധികാരികൾ എന്ന് അപൂർവമായിട്ട് മാത്രം നടക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 അർശിന്റെ തണൽ കിട്ടുന്ന 7 ആളുകളിൽ ഒരു നീതിമാനായ ചക്രവർത്തിയെ ആദ്യം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയത്തിന് തുടക്കം കുറിക്കുന്നത്. അന്ധത ബാധിച്ചു കഴിഞ്ഞാല് അത് ആ മനുഷ്യർ ഒരിക്കലും തന്നെ നീതിബോധമുള്ളവരാകാൻ ഒരിക്കലും ഇടയില്ല. അതിനുശേഷം പിന്നീട് അള്ളാഹു ഖുർആൻ വയില ആദിൻ അഖാഹും ഹൂദ, പിന്നീട് ആദ് സമൂഹത്തിലേക്ക് ഹൂദ് നബി വരികയാണ്. ഇവിടെയും പിന്നെ അവരുടെ മലകൾ ഇടപെടുകയാണ്. ഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി ഇന്നാ ലനറാക ഫീ സഫാഹത്തിൻ വഇന്നാ ലനظുന്നുക മിനൽ കാദിബീൻ. നീ കള്ളനാണെന്നും നിനക്ക് ഒന്നും അറിവില്ലാത്ത ഒരു അറിവുമില്ലാത്ത ഒരു വിഡ്ഢിയാണ് നീ എന്നും ആ സമൂഹം ആ പ്രവാചകനെ അവഹേളിക്കുന്നുണ്ട്. അവിടെ അള്ളാഹു ആ പ്രവാചകൻ വളരെ സ്നേഹത്തോടുകൂടി നീതിപൂർവം ആ സമൂഹത്തോട് സംവദിക്കുന്നുണ്ട്. പിന്നീട് അവർ പറയാണ് ഖാലു അജിതനാ ലിനഅബ്ദുല്ലാഹ വഹ്ദഹു വനദറ മാ കാന യഅബ്ദു ആബാഉന ഫഅ്തിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. ഇത് പിന്നെ പടച്ചോനെ മാത്രം, ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കാൻ കൽപ്പിച്ചിട്ട് ഞങ്ങളെ പിതാമഹന്മാരെല്ലാം കാണിച്ചു തന്ന ഒന്നിനെ ഒഴിവാക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയാണോ? നീ പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് മുകളിൽ നീ ശിക്ഷയെ കൊണ്ടുവാ. ഇതാണ് എല്ലാവരും ആവശ്യപ്പെട്ട സംഭവങ്ങളാണ്. എല്ലാ പ്രവാചകന്മാരുടെ സമൂഹവും ആ പ്രവാചകന്മാരോട് വെല്ലുവിളിച്ച ആ സുന്നത്തിനെ ഇവർ പ്രതീക്ഷിക്കുകയാണ് എന്നാണ് അള്ളാഹു ഈ വചനത്തിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഖാലു ഖദ് വഖഅ അലൈക്കും മിർ റബ്ബിക്കും റിജ്സുൻ വഗളബുൻ അതുജാദിലൂനനി ഫി അസ്മാഇൻ സമ്മൈതുമുഹാ അൻതും വആബാഉക്കും മാ നസ്സലല്ലാഹു മാ നസ്സലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഫൻതളിറു ഇന്നി മഅക്കും മിനൽ മുൻതളിരീൻ. ഇവിടെയും ഈ പ്രവാചകന്റെ ഹിജ്റ നടക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ ആ സമൂഹത്തെ അള്ളാഹു നിഷ്കാസനം ചെയ്യുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ നൂഹ് നബിയുടെ ആ സംഭവത്തിൽ നൂഹ് നബി പിന്നീട് ഹിജ്റ പോവുകയാണ്, അല്ലെ? കപ്പൽ ഉണ്ടാക്കുന്നു. കപ്പലിൽ അള്ളാഹു അദ്ദേഹത്തെയും അള്ളാഹുവിന് കീഴ്പ്പെട്ടവരെയും അള്ളാഹു അവിടുന്ന് രക്ഷിക്കുന്നു.
ഒരു ജനതയുടെ പിന്നെ നിഷ്കാസനം സംഭവിക്കുന്നു. ഇവിടെ പിന്നീട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഹൂദ് നബി വരുന്നു. ഹൂദ് നബിനെ അള്ളാഹു ഹിജ്റക്ക് പിന്നെ കൽപ്പന നൽകുന്നു. അവിടുന്ന് അദ്ദേഹം കടന്നു പോകുന്നു. പക്ഷേ അൻജയ്നാഹു വല്ലദീന മഅഹു ബിറഹ്മത്തിൻ മിന്ന വഖതഅനാ ദാബിറ അല്ലദീന കദ്ദബൂ ബിആയാതിനാ വമാ കാനൂ മുഅ്മിനീൻ. അവർ പടച്ചവന് കീഴ്പ്പെട്ടവരായിരുന്നില്ല, അള്ളാഹു അവരെ നിഷ്കാസനം ചെയ്തു. പിന്നെ നേരെ വീണ്ടും ഒരു 1 by 1 ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. വൈലാ സമൂദ അഖാഹും സ്വാലിഹ. പിന്നീട് സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു സ്വാലിഹ് പ്രവാചകനെ നിയോഗിച്ചു. ഇവിടെയും ഖാലയാ ഖൗമി ഇബ്ദുല്ലാ. ഇവിടെ എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ഈ പ്രവാചകന്മാരുടെ എല്ലാം തന്നെ ഒരു സമൂഹത്തോടുള്ള അവതരണ തുടക്കം എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ നമ്മൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ള മാത്രാണ് പിന്നെ പ്രവാചകന്മാരിൽ നിന്ന് വഹ്യ് കൊണ്ട് വ്യതിരക്തനാകുന്നത്. എല്ലാ പ്രവാചകന്മാരും തുടങ്ങി പറയുന്നത് യാ ഖൗമി ഇബ്ദുല്ലാ എന്നാണ്. ഈ ആയത്തുകളെല്ലാം നോക്കിയാൽ മതി. റസൂലുള്ള മാത്രാണ് ഇൽമ കൊണ്ട്, വിജ്ഞാനം കൊണ്ട് ഒരു ജനതയോട് വഹ്യ് പറഞ്ഞ് പിന്നെ വഹ്യ് തുടങ്ങി പറഞ്ഞ്. അപ്പോ വൈലാ സമൂദ അഖാഹും സ്വാലിഹ. പിന്നെ സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു സ്വാലിഹ് പ്രവാചകനെ നിയോഗിക്കുകയാണ്. ഇവിടെ ഖാലയാ ഖൗമി ഇബ്ദുല്ലാ. ഇപ്പോ ഹൂദ് നബി ആണെങ്കിലും ഖാലയാ ഖൗമി ഇബ്ദുല്ലാ എന്ന് പറഞ്ഞു തുടങ്ങണു. നൂഹ് നബി ആണെങ്കിലും ഖാലയാ ഖൗമി ഇബ്ദുല്ലാ എന്ന് പറഞ്ഞു തുടങ്ങണു. ഇനി എല്ലാ പ്രവാചകന്മാരെയും തുടക്കങ്ങൾ ഇക്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ അംബ്രഹ പിന്നെ അബ്ദുൽ കരീം സൈദാനെ അദ്ദേഹം റസൂലുള്ള എങ്ങനെയൊക്കെയാണ് മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വ്യതിരക്തനാകുന്നത് എന്ന് പറഞ്ഞു പോകുന്നിടത്ത് റസൂലുള്ളാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ അമ്പിയാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനായി മുഹമ്മദ് റസൂലുള്ള ഇൽമ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കണം. അറിവ് കൊണ്ട് പ്രപഞ്ചത്തിലേക്ക് നോക്കി, നിങ്ങളിലേക്ക് നോക്കി, നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കി നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കണം. അങ്ങനെ വായന കൊണ്ട് വഹി തുടങ്ങിയ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ള മാത്രമാണ്. ബാക്കിയുള്ള ഓരോ സമൂഹത്തിലേക്കും വരുന്ന പ്രവാചകന്മാര് ആ പ്രവാചകന്മാര് വഹി തുടങ്ങി പറയുന്നത് യാ ഖൗമി ഇബ്ദുല്ലാ എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ സ്വാലിഹ് നബി പറയാണ് യാ ഖൗമി ഇബ്ദുല്ലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഖദ് ജാഅതുക്കും ബയ്യിനത്തും മിർ റബ്ബിക്കും. എന്നിട്ട് നമുക്കറിയാം പാറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന പിന്നെ മൃഗത്തെ കുറിച്ചെല്ലാം ഇങ്ങനെ പറയാണ്. എന്നിട്ട് നൂഹ് നബി പറയുന്നൊരു വർത്താനുണ്ട്. വദ്കുറൂ ഇദ് ജഅലക്കും ഖുലഫാഅ മിൻ ബഅദി ആദിൻ വബവ്വഅക്കും ഫിൽ അർളി തത്തഖിദൂന മിൻ സുഹൂലിഹാ ഖുസൂറൻ വതൻഹിതൂനൽ ജിബാല ബുയൂതൻ വദ്കുറൂ ആലാ അല്ലാഹി വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങളെ മുൻഗാമികളെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. അല്ലേ? അവരുടെ ശേഷം അള്ളാഹു നിങ്ങളെ പ്രതിനിധികളാക്കി കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾക്ക് അവരിൽ നിന്നും വ്യത്യസ്തമായി പല കഴിവുകളും നൽകിയിരിക്കുന്നു. നിങ്ങൾ പർവ്വതങ്ങളെ നിങ്ങൾ തുരന്ന് നിങ്ങൾ എന്താക്കുന്നു? നിങ്ങൾ വീടുകൾ നിർമ്മിക്കുന്നു, നിങ്ങൾ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നു. അത്രമാത്രം പിന്നെ ശാരീരിക ക്ഷമത അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ആ ശാരീരിക ക്ഷമത കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങൾ എന്താക്കണം? പടച്ചോനെ കീഴ്പ്പെടാൻ എന്ന് പറയാണ്. അവിടെയും അഹങ്കാരികളായ ധിക്കാരികളായ ആ അധികാരി വൃന്ദം ആ പ്രവാചകനെയും ആ പ്രവാചകനെ പിൻപറ്റിയവരെയും അതിരൂക്ഷമായി നിന്ദിക്കുകയും വിമർശിക്കുകയും അവരെ പിന്നെ അവഹേളിക്കുകയും ചെയ്യുന്നതാണ് പിന്നീട് പറയണത്. പക്ഷേ അള്ളാഹു പിന്നീട് അവർക്ക് മുകളിൽ അള്ളാഹു അതിശക്തമായ ഭൂചലനം കൊണ്ടുവന്നിട്ട് ആ സമൂഹത്തെ നശിപ്പിച്ച വിഷയം പറയാം. പിന്നെ നേരെ ലൂത്ത് നബിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് ഈ സുന്നത്തുൽ അവ്വലീന എന്ന് പറയുന്ന ആ വിഷയത്തെ നമ്മൾ സൂറത്ത് അഅറാഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നിന് പിറകെ ഒന്നായി ഓരോ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാർ സംവദിച്ച സമൂഹത്തിന്റെ പിന്നെ ചിന്തയും അവരുടെ വിശ്വാസവും അവരെങ്ങനെയാണ് ആ പ്രവാചകന്മാരെ കണ്ടതെന്നും അള്ളാഹു ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അത് ഒന്നിന് പിറകെ ഒന്നായി പറഞ്ഞു പോവുകയാണ്. പിന്നെ വലൂത്തൻ ഇത് ഖാല ഖൗമിഹി, ലൂത്ത് നബിയുടെ സമൂഹത്തെ കുറിച്ച് പറയാണ്. അവിടെ ആ പറയുന്നിടത്ത് ഒരു ചെറിയൊരു വ്യത്യാസം ഇവിടെ നടക്കുന്നുണ്ട് സൂറത്ത് അറാഫിൽ കേട്ടോ. വലൂത്തൻ ഇലാ ഖൗമിഹി, മറ്റു പ്രവാചകന്മാര് തുടങ്ങി പറയുന്ന കാര്യങ്ങളെ പറയാതെ ഒരു വിഷയത്തിന്റെ ഗൗരവത്തെ അള്ളാഹു പെടുന്നനെ ഒരു ശൈലി മാറ്റം വരുത്തി അള്ളാഹു പെട്ടെന്നൊക്കെ പറഞ്ഞു പോവുകയാണ്. വലൂത്തൻ ഇത് ഖാല ലിഖൗമിഹി അതഅ്തൂനൽ ഫാഹിഷത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ.
നിങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള ഒരു വൃത്തികെട്ട സമൂഹം കടന്നു പോയിട്ടില്ല അല്ലേ? അങ്ങനത്തെ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യാണോ? ഇന്നക്കും ലതഅ്തൂന الرجال شهوة من دون النساء بل أنتم قوم مسرفون. നിങ്ങൾ സ്ത്രീകളെ കൂടാതെ പുരുഷന്മാരെയാണോ നിങ്ങൾ സമീപിക്കുന്നത് എന്ന് പറഞ്ഞ് ഇന്ന് ലോകം പിന്നെ നേരിടുന്ന ഏറ്റവും ഏറ്റവും വലിയ വൃത്തികേടിലൊന്നായ, ഇന്ന് അതിഭീകരമാം രൂപത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നത്തെ അവതരിപ്പിക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 24 പ്രവാചകന്മാരെ കുറിച്ച് മാത്രം പറയുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹിനെ മാറ്റിവെച്ച് കഴിഞ്ഞാല് വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നത് 24 പ്രവാചകന്മാരെയാണ്. ആ പ്രവാചകന്മാരുടെ സമൂഹം, ആ പ്രവാചകന്മാരുടെ ചിന്താരീതി, അവരുടെ സംസ്കാരം, ഇതിനെക്കുറിച്ച് മാത്രം പറയും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അന്ത്യനാൾ വരേക്കും ഈ പറഞ്ഞ പ്രവാചകന്മാരും ആ പ്രവാചകന്മാർ അഭിമുഖീകരിച്ച സമൂഹവും സമൂഹത്തിന്റെ ചിത്രവും മാത്രമേ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുള്ളൂ. അപ്പൊ ഈ പ്രവാചകന്മാരെ നന്നായി പഠിച്ചു കഴിഞ്ഞാല്, ആ പ്രവാചകന്മാര് സംവദിച്ച രീതിയെ നന്നായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് ഈ ഭൂമികയിലെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രവാചകന്മാരെ നന്നായി അവതരിപ്പിക്കാൻ കഴിയും, ആ സമൂഹത്തോട് സംവദിക്കാൻ കഴിയും. ആ സമൂഹത്തിനിടയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നന്മ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഇതിലൂടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. നമ്മളിപ്പോ തന്നെ ഒരു 4 പ്രവാചകന്മാരെ ഇപ്പോ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു. ആ പ്രവാചകന്മാരുടെ സമൂഹം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ലൂത്ത് നബിയിലേക്ക് വരുമ്പോൾ ഇന്ന് അതിഭീകരമാം രൂപത്തിൽ ലോകത്ത് ഈ ഒരു വൃത്തികേട് അതിഭീകരമാം രൂപത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ പ്രവാചകന്റെ സംവാദ രീതി, ആ പ്രവാചകന് സ്വീകരിച്ച ശൈലി, ആ പ്രവാചകനോട് പറയുന്ന വർത്താനം, മാക്കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു അഖ്രിജൂ മിൻ ഖറിയത്തിക്കും ഇന്നഹും ഉനാസുൻ യതതഹറൂൻ. ഇവര് ഒരു ശുദ്ധി ചമയുന്ന സമൂഹമാണ്, ഇവരെ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കണം. ഇന്നും അതന്നെ പറയുന്നത്. ഇന്നും ഇവര് ഇതേ വർത്താനം പറയാണ്. അവരെ അവരെ എതിർക്കുന്നവരെ അവരെ എതിർക്കുന്നവരോട്, അല്ലെങ്കിൽ ആ വൃത്തികേടിനെ ചൂണ്ടിക്കാണിക്കുന്നവരോടുള്ള ഇന്നത്തെയും ഈ സമൂഹത്തിന്റെ സമീപനത്തെ അള്ളാഹു എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു വിശദീകരിക്കുന്നത് അല്ലെ? ഇതിലും നമ്മൾ ഇതൊന്നും വിശദീകരിച്ചു പോകാൻ ഇവിടെ സമയമല്ല. നമ്മൾ അതിന്റെ ആ സുന്നത്തുൽ അവലീൻ എന്താണ് എന്നുള്ളതിനെ ഒരു ചെറിയ രൂപത്തിൽ ഇങ്ങനെ പിന്നെ വിശദീകരിക്കാതെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ഫഅൻജയ്നാഹു വഅഹ്ലഹു ഇല്ല ഇംറഅതഹു കാനത് മിനൽ ഗാബിരീൻ. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ നാം രക്ഷിച്ചു, അഹ്ലഹു അദ്ദേഹത്തിന്റെ കുടുംബത്തെയും, ഇല്ല ഇംറഅതഹു അദ്ദേഹത്തിന്റെ ഭാര്യയെ അള്ളാഹു അതിൽ നശിപ്പിച്ചു. കാരണം ഭാര്യ അതിന് കൂട്ടു നിൽക്കുന്ന ഒരു അവിടെ പിന്നെ പിന്നെ അംറ് ഖാലിദിന്റെ ഒരു വ്യാഖ്യാനമുണ്ട്. സ്ത്രീകൾക്കിടയിൽ ആ രൂപത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്നാണ്. പക്ഷെ അത് അള്ളാഹു അത് ഒരു സമൂഹത്തിനിടയിൽ ആ രൂപത്തിൽ അങ്ങ് പറയാതെ എന്തുകൊണ്ട് ആ സ്ത്രീയെ നശിപ്പിച്ചു, അല്ലെങ്കിൽ ആ ഭാര്യയെ എന്തുകൊണ്ട് അള്ളാഹു ഉന്മൂലനം ചെയ്തു? എങ്കിലും നമ്മുടെ നാട്ടില് ഇന്ന് അറബി പേരുള്ള പെൺകുട്ടികൾ പോലും ഇത്തരത്തിലുള്ള വൃത്തികേടില് അതില് മീഡിയകൾ വരികയും അതില് പ്രശസ്തരാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വളരെ മ്ലേച്ഛമായ അല്ലെങ്കിൽ വൃത്തിഹീനമായ കാഴ്ചകൾ കാണുന്നവരാണ് നമ്മൾ. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയെ അള്ളാഹു നശിപ്പിച്ചത് എന്ന് പറയുന്നിടത്ത് അംർ ഖാലിദ് അത്തരം ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. അവര് പുരുഷന്മാരും തമ്മിലുള്ള ബന്ധങ്ങൾ, അതുപോലെ സ്ത്രീകളും തമ്മിലുള്ള ഏറ്റവും വഴിവിട്ട ബന്ധങ്ങള്, അതിനെ കൂട്ടുനിന്ന ഒരു സ്ത്രീ ആയിരുന്നു ഇവരുന്ന. അപ്പൊ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ചില വൃത്തികേടുകൾ നടന്നിട്ടുണ്ട്. ഇന്ന് അതിന്റെ ഒരു എല്ലാ സീമകളും ലംഘിച്ച്, എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് ഇന്ന് ഇതെല്ലാം തന്നെ നടക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതൊന്നും ഒരു പുരോഗമന സമൂഹമാകില്ല എന്ന ഒരു ചിന്തയിലേക്ക് മാറിയ അതിഭീകരമായ ഒരു ലോകത്തെ കാണുന്നവരാണ് നമ്മൾ. അപ്പോ നന്നായി വായിക്കേണ്ടതുണ്ട് നമ്മള്. ഇല്ലംറഅതഹു കാനത് മിനൽ ഗാബിരീൻ. നിങ്ങള് അതിന്റെ എല്ലാം തന്നെ വിശാലമായ ചർച്ചയും ചിന്തയും നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഈ ഖുർആന്റെ ആയത്തെല്ലാം വായിക്കുമ്പോൾ ഒന്ന് വെറുതെ വായിച്ചു പോകാതെ ഒന്ന് അതിന്റെ ഉള്ളിലേക്കെല്ലാം ഒന്ന് ഇറങ്ങിച്ചെല്ല. നമ്മള് അതിനെല്ലാം ഉപയോഗിക്കുന്ന ചില ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ കൂടുതൽ നമ്മളെ ക്ലാസ്സുകളിലും അധികം നടത്താതിരിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ രൂപത്തിൽ ചില വാക്കുകളെല്ലാം തന്നെ മനസ്സിലും ചിന്തയിലും എല്ലാം സൃഷ്ടിക്കുന്ന ചില പ്രത്യാഘാതങ്ങളുണ്ട്. ചില വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്നേ
അതൊന്നും പറഞ്ഞു പോകരുതെന്ന് അള്ളാഹു അതുകൊണ്ടാണ് അവിടെ സൂക്ഷ്മത പാലിക്കുന്നത്. അവരെ നശിപ്പിച്ചു എന്ന് മാത്രം പറഞ്ഞ് ആ ഒരു പ്രശ്നത്തെ അങ്ങ് മൂടി വെച്ചിട്ട് പറഞ്ഞു പോണത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്കുകളൊന്നും തന്നെ കൂടുതൽ നമ്മളുടെ ഇടങ്ങൾ പ്രയോഗിക്കാതിരിക്കുക. ഏതായാലും വാംതർന അലൈഹിം മത്റൻ, അങ്ങനെ അവർക്ക് മുകളിൽ അള്ളാഹു മഴ വർഷിപ്പിച്ചു. ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, അക്രമികളുടെ പിന്നെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നോക്കും. ഇത് നോക്ക്, നേരെ അതിനുശേഷം ഷുഐബ് നബിയിലേക്ക് വരികയാണ്. വൈലാ മദിയന അഖാഹും ഷുഐബ. ഇനി ഷുഐബിനെ കുറിച്ച് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം പറയുന്നത് ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ്, എന്റെ സമൂഹമേ, നിങ്ങൾ പടച്ച തമ്പുരാനെ കീഴ്പ്പെട്ട് ജീവിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഖദ് ജാഅതുക്കും ബയ്യിനത്തും മിർ റബ്ബിക്കും ഫഔഫുൽ കൈല വൽ മീസാന. അളവിലും തൂക്കത്തിലും നിങ്ങൾ എന്താക്കണം? കൃത്രിമം കാണിക്കരുത്. നിങ്ങൾ അതെന്താക്കണം? അതെപ്പോഴും അത് സമതുല്യമായി നിങ്ങൾ എന്തായിരിക്കണം? അളവും തൂക്കത്തിലും നിങ്ങൾ ഇടപെടണം, അത് കൈകാര്യം ചെയ്യണം. വലാ തുബ്ഖസുന്നാസ അഷിയാഅഹും, മനുഷ്യരുടെ സമ്പത്തിനെ നിങ്ങൾ കുറച്ച് കാണരുത്. അല്ലെ, ചില ആൾക്കാരുണ്ടാവും, ഒരു ലക്ഷം റുപ്യ വാങ്ങും, ഞാൻ നാളെ തരാന്ന് പറയും. എന്നിട്ട് പിന്നീട് ആ കാശ് കൊടുക്കല് 100ഉം 50ഉം 200ഉം കൊടുത്തിട്ട് മനുഷ്യന്മാരുടെ സമ്പത്തിന്റെ മൂല്യം കുറച്ച് കളയുന്ന ആൾക്കാരുണ്ട്. വാങ്ങുമ്പോൾ ഒരു മൂല്യത്തോടു കൂടി അതിനെ സ്വീകരിക്കുകയും കൊടുക്കുമ്പോൾ ആ മൂല്യം ഇടിച്ചു കളഞ്ഞ് ആ വ്യക്തിക്ക് പിന്നീട് അത് ഉപകാരമില്ലാത്ത രൂപത്തിൽ തിരിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് വല തുബ്ഖസുന്നാസ അഷ്യാ, മനുഷ്യരുടെ സമ്പത്തിന്റെ മൂല്യം ഇടിച്ചു കളയരുത്. നമ്മളെ ചുറ്റുപാട് നടക്കുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥ ഈ പറഞ്ഞതുപോലെ. കാശ് വാങ്ങും, അത് വാങ്ങുമ്പോൾ അയാളിൽ നിന്ന് ലഭിക്കുന്നത് ഒരു തുകയായിരിക്കും, ഒരു മൂല്യമുള്ളതായിരിക്കും. അത് കൊടുക്കുമ്പോൾ അയാളുടെ ആ മൂല്യം പറ്റേ ഇടിച്ചു കളഞ്ഞ് അയാൾക്ക് ഉപകാരമില്ലാത്ത രൂപത്തിൽ ആ സമ്പത്തിനെ അങ്ങ് നശിപ്പിച്ച് കളയും. അപ്പൊ അയാൾക്ക് 1000 കൊടുക്കും, 2000 കൊടുക്കും, അങ്ങനെ വർഷങ്ങൾ എടുത്ത് അതിന്റെ മൂല്യം മുഴുവൻ അങ്ങ് നശിപ്പിക്കും. അങ്ങനെ ചെയ്യരുതെന്ന് അവിടെ അള്ളാഹു പറഞ്ഞത്. ഏതായാലും നമ്മളെ വിഷയമില്ലാത്തതുകൊണ്ട് അത് കൂടുതൽ പറയുന്നില്ല. വലാ തുബ്ഖസുന്നാസ അഷ്യാഅഹും വലാ തുഫ്സിദൂ ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹ. ഭൂമിയെ അള്ളാഹു നീതിപൂർവ്വം സംവിധാനിച്ചിരിക്കുകയാണ്, അവിടെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. അളവിലും തൂക്കത്തിലും, ഈ അളവ് തൂക്കം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും, ഒരു വസ്തു കൊടുക്കുന്നതിലും വാങ്ങുന്നതിലുമുള്ള ഒരു നീതിബോധം മാത്രമല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്കിലുള്ള നീതിബോധം ഉണ്ട്, മീസാൻ ഉണ്ട്. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാര് മീസാനുമായി ഭൂമിയിൽ വന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമ്പോൾ അതിനർത്ഥം ഒരു ത്രാസ് ഇങ്ങനെ പിടിച്ച് വന്നിരിക്കുന്നു എന്നുള്ളതല്ല. മനുഷ്യൻ ഇടപെടുന്ന എല്ലാ മേഖലകളിലും എങ്ങനെയാണ് നിങ്ങൾ നീതിബോധത്തോടു കൂടി ഇടപെടേണ്ടത്, എല്ലാത്തിലും നിങ്ങൾ എങ്ങനെയാണ്, എല്ലാ വിഷയത്തിലും നിങ്ങളുടെ മീസാനെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ശരിപ്പെടുത്തേണ്ടത്, അന്യായമില്ലാതെ അനീതിയില്ലാതെ ഒരു മനുഷ്യനോടും നിങ്ങൾ അന്യായമായി നിങ്ങൾ ഇടപെടാതെ, അക്രമപൂർവം അവന്റെ സമ്പത്തിലോ അവന്റെ ഭൗതികമായ മറ്റു വിഷയങ്ങളിലോ ഇടപെടാതെ നീതിപൂർവം നിങ്ങൾ എങ്ങനെ ഇടപെടണം. അതുകൊണ്ടാണ് പിന്നെ അമ്പിയാക്കന്മാര് മുഖസ്തുതീങ്ങളായിരുന്നു എന്നെല്ലാം പറയുന്നതിനെ ഈ രൂപത്തിൽ വിശദീകരിക്കുന്നു. അവരുടെ വാക്കിൽ, അവരുടെ പ്രവൃത്തിയിൽ, അവരുടെ ചെയ്തികളിലെല്ലാം തന്നെ എത്രമാത്രം നീതിബോധം അവർ പുലർത്തി. അപ്പൊ ഇവിടെ നമ്മൾ അളവിലും തൂക്കത്തിലുമുള്ള ഒരു മീസാന് ശരിപ്പെടുത്തുന്നത് മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും കൂടി ആ മീസാൻ എന്താക്കണം, ആ അളവുകോലിനെ വളരെ ക്ലിപ്തമായി വളരെ നേരായ രൂപത്തിൽ പ്രയോഗവൽക്കരിക്കണം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പടച്ചോന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വഴിയോരങ്ങളിൽ ഇരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അല്ലേ? അതുപോലെ തന്നെ കൊള്ളക്കാരാകരുത് എന്ന, അതുപോലെ തന്നെ റസൂലുള്ള വഴിയുടെ ഹക്കിനെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, നമുക്കറിയാം. അപ്പൊ സ്വഹാബികൾ പറയുന്നത് നിങ്ങൾ വഴിയോരങ്ങളിൽ ഇരിക്കരുത്. അപ്പൊ ഞങ്ങൾക്കത് ഇരിക്കാതിരിക്കാൻ പറ്റൂല, അത് ഞങ്ങളുടെ ശീലാണ്. ഞങ്ങൾ ഇങ്ങനെ ടെന്റ് അടിച്ചിട്ടെല്ലാം ഇന്നും അറബികൾക്ക് ഒരു ശീലമുണ്ടല്ലോ. അപ്പൊ റസൂലുള്ള എങ്കിൽ നിങ്ങൾക്ക് വഴിയോടുള്ള ഹക്കിനെ നിങ്ങൾ പുലർത്തണമെന്നാണ്. അപ്പൊ അവിടെലൂടെ നടന്നു പോകുന്ന ആളുകളോട് സ്വീകരിക്കേണ്ട സമീപനമുണ്ട്. നമ്മുടെ നാട്ടിലും വഴിവെക്കതിരിക്കുന്ന ആളുകളുടെ സ്വഭാവം എന്താ? അതിലൂടെ പോകുന്ന സ്ത്രീകളോട് അവർ പുലർത്തുന്ന ഒരു സമീപനമുണ്ട്. അതുപോലെ തന്നെ അവിടെ നടത്തുന്ന കമന്റ്സുകളുണ്ട് അവരുടെ. അങ്ങനെ ഇന്നും സമൂഹത്തിൽ വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ സ്വീകരിക്കുന്ന സമീപനങ്ങൾ ഈ ആയത്തുമായിട്ട് നമുക്ക് ചേർത്ത് പറയാൻ പറ്റും. പക്ഷെ അവിടെ റസൂലുള്ള പഠിപ്പിക്കാണ് വഴിയോരങ്ങളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് സമീപിക്കേണ്ടത്, അതിലൂടെ പോകുന്ന ആളുകളോട് നിങ്ങളെ ഏത് രൂപത്തിലാണ് പെരുമാറേണ്ടത്, അവിടെ സലാം പറയണം, അതുപോലെ തന്നെ ദൃഷ്ടികൾ താഴ്ത്തണം,
കുറെ സംഭവങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഏതായാലും ഇവിടെ സ്വാലിഹ് നബിയും ഈ സമൂഹത്തോട് ഇന്ന് പറയുന്നുണ്ട്, വലാ തഖുദു ബികുല്ലി സിറാത്തിൻ തുഇദൂന വതസുദ്ദൂന അൻ സബീലില്ലാഹി മൻ ആമന ബിഹി വതബ്ഗൂനഹ ഇബജ വദ്കുറൂ ഇദ് ജഅലക്കും ഇത് കുൻതും ഖലീലൻ ഫകസ്സറക്കും വല്ലറു കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ. വീണ്ടും ആ സമൂഹത്തെ ആ പ്രവാചകന്റെ ഹിജ്റക്ക് പിറകിൽ അള്ളാഹു നശിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് വഖാലൽ മലഉ ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി, അല്ലെ, അഹങ്കാരികൾ എന്നിങ്ങനെയാണ്. അതായത് നന്മ പറയുന്നവരെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കും. സ്വാലിഹ് നബിന്റെ സമൂഹം പറയുന്ന വർത്താനുണ്ട്, ഇന്ന് നമ്മുടെ ഭൂമികളിലെല്ലാം തന്നെ പ്രകമ്പനം കൊള്ളുന്ന ഒരു വർത്താനാണ്. അതിങ്ങനെ അലയടിക്കുന്നുണ്ട്. ഖാലൽ മലഉ ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി, ആ സമൂഹത്തിലെ അഹങ്കാരികളായ സമൂഹം പറയാണ്, നുഖ്രിജന്നക യാ ശുഐബു വല്ലദീന ആമനു മഅക മിൻ ഖറിയത്തിന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അന്നയും അന്റെ കൂടെയുള്ളവരും ഞങ്ങൾ പുറത്താക്കും. അവൾ തഊദുന്ന ഫീ മില്ലത്തിന, അല്ലെങ്കിൽ ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന ഒരു ജീവിത രീതി ശാസ്ത്രമുണ്ട്, അതിലേക്ക് ഞങ്ങൾ മടക്കി കൊണ്ടുവരും. കാല അവലു കുന്ന കാരിഹി, ഞങ്ങൾക്ക് അതിനോട് വെറുപ്പാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുമോ? ഖദിഫ്തറൈന അലല്ലാഹി കദിബൻ ഇൻ ഉദ്നാ ഫീ മില്ലത്തിക്കും, അല്ലേ, അതിലേക്ക് ഞങ്ങൾ മടങ്ങി വരികയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് വലിയ പാതകൈക്കാരം. ഇത് നജ്ജൈന അല്ലാഹു മിൻഹ, അള്ളാഹു ഞങ്ങൾ അതിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം വീണ്ടും അതിലേക്ക് ഞങ്ങൾ വരികയാണെങ്കിൽ അത് വല്ലാത്തൊരു അപകടം തന്നെ ഇക്കാരം. ഒരിക്കലും ഞങ്ങൾക്ക് അതിലേക്ക് മടങ്ങി വരാൻ പറ്റൂല. അള്ളാഹുവിന്റെ അവിടെ ഒരു മശീഅത്തിനെ കൂടി അവിടെ ചേർത്ത് വെച്ചുകൊണ്ട് പിന്നെ ആ വിഷയം അവതരിപ്പിക്കുകയാണ്. വസിയ റബ്ബുന കുല്ല ശൈഇൻ ഇൽമ അലല്ലാഹി തവക്കൽനാ റബ്ബന ഫതഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വഅൻത ഖൈറുൽ ഫാത്തിഹീൻ. അവിടെ അവരുടെ ഒരു പ്രാർത്ഥന നടക്കുന്നു, അള്ളാഹു ഇടപെടുന്നു, ആ പ്രവാചകന്റെ ഹിജ്റക്ക് പിറകില് ഇവരെ അള്ളാഹു നശിപ്പിക്കുന്നു. അങ്ങനെ പിന്നെ ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു വന്നിട്ട് ഒരു സംഭവം പിന്നെ അള്ളാഹു പറയാണ്. അവിടെ ആ ഒരു വിഷയം പറയാനാണ് നമ്മളും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നത്. അള്ളാഹു പറയാണ്, വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നബിയ്യിൻ ഇല്ലാ അഖദ്നാ അഹ്ലഹാ ബിൽ ബഅ്സാഇ വല്ലറാഇ ലഅല്ലഹും യളറഊൻ. ഏതൊരു സമൂഹം, വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നബിയ്യിൻ, എല്ലാ ഓരോ ജനതയിലേക്കും പ്രവാചകന്മാരെ നാം ഉണ്ടാക്കിയിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാര് വരുമ്പോ അവിടെ ഉണ്ടാകുന്ന പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള പിന്നെ അധികാരികളുടെ പൗരോഹിത്യത്തിന്റെ ഇടപെടലുകളും അവർ അതിനെ തടയിടാനുള്ള ശ്രമവും അതിൽ പിന്നീട് അള്ളാഹു സ്വീകരിക്കുന്ന നിലപാടുകളും ആ പ്രവാചകന്മാർക്കും ആ സമൂഹത്തിനിടയിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നതും അള്ളാഹു പറയാണ് ഇവിടെ ഈ സംഭവം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട്. എന്നിട്ട് പറയാണ്, അവരെ നാം എന്താക്കിയിട്ടുണ്ട് ബിൽ ബഅ്സ. ഈ ബഅ്സ എന്ന് പറഞ്ഞാല് ഈ ദാരിദ്ര്യം, അതുപോലെ തന്നെ പ്രളയങ്ങൾ, ഇതുകൊണ്ടല്ലോ അള്ളാഹു നശിപ്പിക്കുക. ലറ എന്ന് പറഞ്ഞാല് ശാരീരികമായ പ്രതിസന്ധികൾ കൊണ്ടുവരിക എന്നാണ്. അങ്ങനെയാണ് പിന്നെ ഈ ഫത്ഹുൽ ഖദീറിലെല്ലാം ലറ സറ എന്നുള്ളതിന് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. അപ്പോ ലഅല്ലഹും യളറഊൻ, അവർ വിനയാനിതരാകാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇങ്ങനെല്ലാം നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളതാ പറയാം. ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു വന്നിട്ട് അള്ളാഹു പറയാം, സുമ്മ ബദ്ദൽനാ മകാന സയ്യിഅത്തിൽ ഹസന. ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാല് പിന്നെ അതിന് ശേഷം അള്ളാഹു പിന്നെ ചില നന്മകൾ കൊണ്ടുവന്ന് അവരെ അള്ളാഹു അനുഗ്രഹിക്കും. ഹത്താ അഫൗ വഖാലു, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്ത് അവർക്കൊരു നല്ല അന്തരീക്ഷം കൊണ്ടുവരും. അള്ളാഹു അവരൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, നടന്ന വിഷയങ്ങളെ കുറിച്ച് ആലോചിച്ച് ജീവിതത്തെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ വക്കാലു കത്, അവർ പിന്നെ പറയും, കത് മസ്സ ആബാഅന, ഇതൊന്നും ദൈവത്തിന്റെ ഇടപെടലല്ല, ഇതിലും നമ്മുടെ മുൻഗാമികൾക്ക് ഇങ്ങനത്തെ കുറെ സംഭവങ്ങളിൽ വന്നിട്ടുണ്ട്, അതൊന്നും ഇങ്ങനെ കൊട്ടിഘോഷിച്ച് പറയേണ്ട സംഭവമൊന്നുമല്ല. ദൈവത്തിന്റെ ശിക്ഷ, ദൈവത്തിന്റെ ശിക്ഷ എന്നിപ്പോ നമ്മുടെ നാട്ടിൽ പറയുന്നൊരു വർത്താനങ്ങളാണിത്. ഇതെല്ലാം ഇതെല്ലാം പ്രതിഭാസങ്ങളാണ്, പ്രകൃതി പ്രതിഭാസമാണ്. അത് മസ്സ ആബാഅന വസ്സറാഉ, അങ്ങനെ ദൈവമുണ്ട് എന്നും ഇതെല്ലാം ദൈവത്തിന്റെ ഇടപെടലാണെന്നും ദൈവത്തിന്റെ കോപമാണെന്നൊന്നും പറയേണ്ട ആവശ്യമല്ല. ഇതിൽ നമ്മുടെ പിതാമഹന്മാരിലെ അഭിമുഖീയ സംഭവം തന്നെയാണ്. അവര് പിന്നീടുണ്ടാവും വീണ്ടും അവരുടെ ഒരു ഭൂമിയിൽ അവർ അക്രമികളായിട്ട് അവരങ്ങ് വ്യാപിക്കും. ആ സമയത്ത് വീണ്ടും അള്ളാഹു അവര് നനച്ചിരിക്കാത്ത സമയം അള്ളാഹു പെടുന്നനെ അവരെ വീണ്ടും പിടികൂടും.
ഈ സുന്നത്തുൽ അവലീൻ മുൻഗാമികൾക്കുള്ള അള്ളാഹു അവർക്ക് മുകളിൽ അള്ളാഹു നടപ്പാക്കിയ അള്ളാഹുവിന്റെ നടപടി, ആ നടപടികളെ പടച്ച തമ്പുരാന്റെ ശിക്ഷാ നടപടിയായി കാണുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിന് പകരം എല്ലാ കാലത്തും ഒരു പ്രശ്നം നടന്ന് ഒരു 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 അപകടം നടന്ന് നമ്മൾക്ക് തടുക്കാൻ കഴിയാത്ത, മനുഷ്യന് തടുത്തു നിർത്താൻ കഴിയാത്ത, അവന്റെ കഴിവിനപ്പുറം അവനെ പ്രതിസന്ധിയിലാക്കുന്ന, അവന്റെ പിന്നെ മാനസികമായ നിലയെ പോലും തെറ്റിക്കുമാറുള്ള പടച്ച തമ്പുരാന്റെ ചില ശിക്ഷാ നടപടികൾ വന്ന് ഭവിച്ചു കഴിഞ്ഞ് ആ സമയം മനുഷ്യന് ഒന്ന് വിനയം പ്രകടിപ്പിക്കുകയും, നോക്കൂ ഇത്ര ഉള്ളു ജീവിതട്ടോ, ഇന്നലെ എങ്ങനെയായിരുന്നു, ഇന്ന് നോക്കൂ ഈ ഇവരുടെ അവസ്ഥ നോക്കൂ, അതിനാല് നമ്മൾ ഇവിടെ ഈ വൃത്തികേടുകളൊന്നും പിന്നെ പറഞ്ഞ് ജീവിക്കണ്ട, ഒന്ന് നല്ലോനായിക്കോന്ന് എല്ലാവരും പറയും. ഇങ്ങനത്തെ പ്രശ്നം നടക്കുമ്പോ നമ്മളെ ചുറ്റുപാടിലും കേൾക്കാറുണ്ടല്ലോ, ആളുകള് എല്ലാവരും എഴുതുന്നത് കാണാറില്ലേ, നോക്കൂ നമ്മൾ എന്തിനാണ് ഇങ്ങനെ തല്ലുകൂടുന്നത്, എന്തിനാണ് ഈ രൂപത്തിലെല്ലാം നമ്മള് പിന്നെ കാര്യങ്ങളെ പിന്നെ വഷളാക്കുന്നത്, ഇത്ര ഉള്ളു ജീവിതട്ടോ എന്ന് പറയുന്ന ധാരാളം ആളുകളെ കാണാറുണ്ട്. അതിങ്ങനെ കേൾക്കുമ്പോ ആ സമയത്ത് മനുഷ്യന്റെ മനസ്സും ചിന്തയും ഒന്ന് വിനയപൂർണമായി, ഒന്ന് വിനയാന്വിതനായി ജീവിക്കാനുള്ള ഒരു ത്വര അവനിൽ ഉടലെടുക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാല് അവന്റെ തന്നെ മനസ്സ് പറയും, ഇതെല്ലാം തന്നെ എല്ലാ കാലത്തും ഇങ്ങനെ ഉണ്ടായി പോകുന്ന ഓരോ സംഭവങ്ങളാണ്, അതൊന്നും വലിയ പ്രശ്നമാക്കണ്ട. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ആ അവരുടെ മുൻഗാമികളുടെ പിന്നെ പാതയെ പിൻപറ്റി, കാൽപ്പാടുകളെ പിൻപറ്റി മനുഷ്യൻ വീണ്ടും അക്രമിയും അഹങ്കാരിയായിട്ട് മാറും. അതോടുകൂടിയിട്ട് അള്ളാഹു വീണ്ടും അവന്റെ മുകളിൽ വീണ്ടും അവന്റെ ഇൽത്തിഖാമിനെ നടപ്പാക്കും. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു, എന്നിട്ട് അള്ളാഹു പറയാണ്, ഒരു 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 കറിയ ഒരു ഗ്രാമം പടച്ചോനില് പിന്നെ ഗാഠമായിട്ട് വിശ്വസിക്കുക, വത്തഖൗ അവര് വിശുദ്ധരായിട്ട് മാറുക, എന്നല്ല ഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദി, അള്ളാഹു ആകാശ ഭൂമികളിൽ അവർക്ക് എല്ലാ നന്മകളും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കും. വലാകിൻ കദ്ദബു, പക്ഷെ അധിക ആളുകളും പടച്ചോനെ കളവാക്കാണ് ചെയ്യുക. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ച ഒന്നിന്റെ ഫലമായി കൊണ്ട് തന്നെ അള്ളാഹു അവരെ പിടികൂടുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു പറയാണ്, അഫ അമിന അഹ്ലുൽ ഖുറ, ഒരു ഗ്രാമവാസികൾ നിർഭയരായിരിക്കുകയാണോ, അയ്യഹും ബഅ്സുനാ ബയാതൻ വഹും നായിമൂൻ, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കെ അവർക്ക് മുകളിൽ അവരറിയാതെ മഹാ അപകടം, മഹാപേമാരി, മഹാഭൂചലനം വന്നുകൊണ്ട് അവരെ നശിപ്പിക്കുന്നതിനെ, ആ പ്രദേശത്തെ ഉടച്ചു കളയുന്നതിനെ അവര് നിർഭയത്വത്തോടു കൂടി നോക്കിക്കാണുകയാണോ? അവ അമിന അഹ്ലുൽ ഖുറ അയ്യഹും ബഅ്സുനാ ദുഹൻ വഹും യൽഅബൂൻ, ഇനി അവർ കളിച്ചുകൊണ്ടിരിക്കെ ആ പ്രദേശത്ത് സംഭവിക്കുന്ന ഒന്നിനെ അവര് നിസാരമായി അവർ കാണുകയാണോ? അള്ളാഹിന്റെ ശിക്ഷയെ അവര് നിസാരവൽക്കരിക്കുകയാണോ? പെടുന്നനെ അവർ കളിച്ചുകൊണ്ടിരിക്കെ പടച്ച തമ്പുരാന്റെ ശിക്ഷ അങ്ങ് വരിക. അപ്പൊ അമിനു മക്രല്ലാ, ഈ അവരുടെ ജീവിതം കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും പടച്ച തമ്പുരാന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ പടച്ച തമ്പുരാന് പ്രപഞ്ചത്തിന്റെ നാഥൻ അവന്റേതായിരിക്കുന്ന ചില ചതികളും പ്രയോഗങ്ങളും അള്ളാഹു നടത്തും. അള്ളാഹു വളരെ ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു വന്നിട്ട് എല്ലാ കാലത്തുമുള്ള എല്ലാ ഗ്രാമവാസികളുടെയും എല്ലാ പ്രദേശവാസികളുടെയും മാനസികാവസ്ഥയെയും അതുപോലെ തന്നെ അവരുടെ ചിന്താരീതിയെയും അള്ളാഹു അതിനെ വീണ്ടും ഒന്ന് ചുരുക്കി പറഞ്ഞ് മൂസാ നബിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് പിന്നീട് അള്ളാഹു പ്രവേശിക്കുകയാണ്. പറഞ്ഞ് പ്രവേശിക്കുകയാണ്. അപ്പൊ ഇവിടെ സുന്നത്തുൽ അവ്വലീൻ അതിനെ അവർ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ധിക്കാരപൂർവമുള്ള മനുഷ്യന്റെ ഒരു നടപടിയെ അള്ളാഹുടെ സൂചിപ്പിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞ് വന്നിട്ട് സൂറത്ത് അൻആമിലെ ഒരു ആയത്ത് കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കാൻ പറ്റും. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. ഈ ആയത്തിന്റെയും മുകളിൽ വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബലിക അഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തുടങ്ങുന്നുണ്ട്. നിനക്ക് മുമ്പ് എല്ലാ സമൂഹങ്ങളിലേക്കും നാം ഇത് സൂറത്ത് അൻആമിലുള്ള ആയത്താണ്. എല്ലാ സമൂഹങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ലഅല്ലഹും യതളറഊൻ,
അവിടെയും യതളറഊൻ എന്ന പ്രയോഗം അള്ളാഹു നടത്തുന്നുണ്ട്. അവർ വിനയാനിതരായി മാറാൻ വേണ്ടിയിട്ട്. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഊ, എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴും എന്തുകൊണ്ടാണ് അവർ വിനയാനിതരായി മാറാതെ പോകുന്നത്? വലാകിൻ ഖസത്ത് ഖുലൂബുഹും, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ ചെറിയൊരു നിമിഷം മാത്രം അവര് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ജീവിതം ഒന്ന് മാറ്റേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്, നമ്മുടെ ചിന്തകളെ ഒന്ന് പുനർവിചിന്തനം നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആ സമയം ഒന്ന് ആലോചിക്കുകയും, എന്നാൽ അല്പനേരം കഴിഞ്ഞാൽ അവരുടെ ഹൃദയം അത് കുടുസായി പോകുകയും അത് പിന്നെ അസത്ത് ഖുലൂബുഹും വസയ്യന ലഹുമുശ് ശൈത്വാനു മാ കാനൂ യഅമലൂൻ, അവിടെ പ്രവർത്തനങ്ങൾ വീണ്ടും പിശാച്ച് അവരുടെ ചിന്തകൾക്കനുസരിച്ച്, ഇച്ഛകൾക്കനുസരിച്ച് അതിനെ പ്രയോഗവൽക്കരിക്കാൻ പിശാച്ച് അതിനെല്ലാം മനോഹരമാക്കി അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അതാണ് ഫലം മനസ്സു മാതുക്കിറു. ഓരോ പ്രതിസന്ധികളും വരുമ്പോഴേ, ഓരോ അപകടങ്ങളും ഒരു ജീവിത മാറ്റത്തിന് പിന്നെ ജീവിത മാറ്റത്തിനുള്ള പിന്നെ കാഹളമായി, പ്രഖ്യാപനമായി അവർക്ക് മുമ്പിൽ വന്നു ഭവിച്ചാൽ അതിനുശേഷം അവരതിനെ പാടെ അങ്ങ് മറന്നു കളയും. അപ്പോഴും അള്ളാഹു എന്താക്കും? മറക്കുമ്പോഴേ അള്ളാഹു കൂടുതൽ അവർക്ക് മുകളിൽ എന്താക്കും? നമ്മള് ഇങ്ങനെല്ലാം ആയിട്ട് നമുക്കിതിൽ ഉണ്ടല്ലോ, അപ്പൊ ഇതെല്ലാം ഒരു പ്രകൃതിപരമായ ഒന്ന് മാത്രാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകും. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാ വാതിലുകളും അവർക്ക് തുറന്നു കൊടുക്കും. ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, എല്ലാ വൃത്തികേടുകളും ചെയ്യുമ്പോഴും അവർക്ക് ലഭിക്കുന്ന ആ അനുഗ്രഹത്തിൽ അവരിങ്ങനെ ആനന്ദിച്ച് അവരിങ്ങനെ തിമിർത്താടിക്കൊണ്ടിരിക്കും. ആ സമയം അഹദ്നാഹും ബഗ്തതൻ, പെടുന്നനെ അവരെ പിടികൂടും. ഫൈദാഹും മുബ്ലിസൂൻ, ആ സമയം എല്ലാം കൊണ്ടും അവര് വല്ലാതെ, മുബ്ലിസു എന്ന് പറഞ്ഞാല് അവര് എല്ലാ അർത്ഥത്തിലും അവരെല്ലാം നഷ്ടപ്പെട്ടവരായി പിന്നീട് അവർ മാറുകയും ചെയ്യും. ദുഃഖിതരായി, വേദനിക്കുന്നവരായി അവർ തീരുകയും ചെയ്യും. അപ്പോ ഈ സുന്നത്തുൽ അവ്വലീനെ എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു പറയുമെന്ന് വെച്ചാല്, അത് മനുഷ്യന് ഒരു തെറ്റായ ഒരു മാനസിക ഒരു ചിന്താഗതിയുണ്ട്. ഇതെല്ലാം ഒരു പ്രാപഞ്ചികമാണ്, ഇതെല്ലാം ഇങ്ങനെ നടക്കുന്ന ഒരു സംഭവമാണ്. അതൊന്നും നമ്മൾ എന്താക്കേണ്ടതില്ല, ഒരു വലിയ വിഷയമായിട്ട് കൊണ്ടാടേണ്ടതില്ല എന്ന ആ മനുഷ്യന്റെ ആ ഒരു ചിന്താബോധാണ്. ഇല്ലാ തഅതിയഹും സുന്നത്തുൽ അവ്വലീന ഔ യഅതിയഹുമുൽ അദാബു ഖുബുല. ഇവിടെ ഖുബുല എന്ന വാക്ക്, ഖുബുലൻ എന്ന് പറഞ്ഞാല് മുഖാബിലൻ ലഹും, അവരുടെ കണ്ണിന് മുകളിലാ, അവരുടെ കൺമുമ്പിലായിട്ട് ആ വിഷയത്തെ അങ്ങ് കാണുക. അതിനാണ് ഖുബുലൻ എന്ന് പറയും. ഖുബുലൻ എന്ന്, ഖുബുലൻ എന്നാണ് ഓതുന്നതെങ്കിൽ അത് വ്യത്യസ്തങ്ങളായ വ്യത്യസ്ത നിറങ്ങളുള്ള പ്രതിസന്ധികളെ കൊണ്ടുവരിക എന്നാണ്. വഹിയ അൽവാനും മുതഅദ്ദിദ മിനൽ അദാബി, അള്ളാഹുവിന്റെ വ്യത്യസ്തങ്ങളായ ശിക്ഷകളെയാണോ അവർ പ്രതീക്ഷിക്കുന്നത് എന്ന ഒരർത്ഥമാണ് ഖുബുലൻ എന്ന രൂപത്തിലാണ് ആ ഒരു വാക്കിനെ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനർത്ഥം കിട്ടുക. ഇനി ഖുബുലൻ എന്നാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ കൺമുമ്പിൽ പെടുന്നതിനെ ഒരു ശിക്ഷയെ അവരെന്താക്കുക? കാണുക. ഇതവർ പ്രതീക്ഷിക്കുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഔയഅതിയഹുമുൽ അദാബു ഖുബുല. മുൻഗാമികളെല്ലാം ഇതുപോലെ ചോദിച്ചതായിട്ട് സൂറത്ത് ഇസ്രായേലിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? വഖാലൂ ലൻ നുഅ്മിന ലക ഹത്താ നഫ്ജുറ അലൈനാ മിനൽ അർളി യംബുഅ. മൂസാ നബിയോട് ആ സമൂഹം പറയുന്നത്, അവർക്ക് മുമ്പിലാണ്ട് കാണണം, അല്ലെ? ലൻ നുഅ്മിന ലക ഹത്താ നഫ്ജുറ അലൈനാ, ഞങ്ങൾക്ക് ഒരു അരുവി ഒഴുക്കി തരിക, മിനൽ അർളി യംബുഅൻ ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ, അല്ലെങ്കിൽ അനക്ക് ഒരു മഹാതോട്ടം ഉണ്ടാകുക, നിനക്കൊരു മഹാതോട്ടം ഉണ്ടാകുക, മുന്തിരികളാലും ഈത്തപ്പനകളാലും നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം. ഫതഫ്ജുറ, പിന്നെ അൻഹാറ ഖിലാലഹ തഫ്ജീറ, അതിനിടയിലൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകുക. ഔ പിന്നെ ഔ തുസ്ഖിത അസ്സമാഅ കമാ സഅംത അലൈന കിസഫൻ ഔ തഅതിയ ബില്ലാഹി വൽ മലായികത്തി ഖബീല, അള്ളാഹനെയും മലക്കുകളെയും ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. അങ്ങനെ ഓരോ പ്രവാചകന്മാരോടും ആ സമൂഹം ഇതുപോലെ ചോദിച്ച വിഷയങ്ങളെ അള്ളാഹു പലയിടങ്ങളിലായിട്ട് എടുത്തു കാട്ടുന്നുണ്ട്. ഔ യകൂന ലക ബൈത്തും മിൻ സുഖ്റുഫിൻ ഔ തർഖാ ഫിസ് സമാഇ വലൻ നുഅ്മിന ലിറുഖിയിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖ്റഉ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു കിതാബിനെ ഇറക്കിക്കൊണ്ടുവരിക, ഞങ്ങളതിങ്ങനെ വായിക്കുക. അപ്പൊ ഇതെല്ലാം ഞങ്ങളെ മുമ്പിൽ കാണിച്ചതായോ? ഇങ്ങനെ ചോദിച്ച സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇവിടെയും ഇവര് ഓരോ സമൂഹവും ഓരോ അപകടങ്ങൾക്ക് ശേഷവും അതിനെ മറക്കുകയും വീണ്ടും അവരെന്താക്കുന്നു? അവരുടേതായിരിക്കുന്ന ജീവിത രീതിയിലേക്ക് അവർ മാറുകയും ചെയ്യുന്നു. അപ്പോ അള്ളാഹുവിന് കീഴ്പ്പെടാതെ പോകുന്നതിന് വലിയൊരു കാരണം ഇത്തരത്തിലുള്ള മനുഷ്യന്റെ ചിന്താരീതികളാണ്.
അവന്റെ തെറ്റായ സമീപനങ്ങളാണ് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഈ ആയത്തിനെ നമുക്ക് ഇനി പിന്നെ ഈ ഒരു ചർച്ചയോട് കൂടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒമാനുർസലിൽ മുർസലീന മറ്റൊരു ആയത്തിലേക്ക് ഇതിന് ശേഷം കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച അത് വിശദീകരിക്കാം. ഒമാനുർസലിൽ മുർസലീന ഇല്ല മുബശ്ശിരീന വമുൻദിരീന വയുജാദിലുല്ലദീന കഫറൂ ബിൽ ബാത്തിലി ലിയുദ്ഹിളൂ ബിൽ ഹഖ വത്തഖദു ആയാതി വമാ ഉൻദിറൂ ഹുസുവ. അവിടെ വലിയൊരു വിഷയം അള്ളാഹു ഇതിന് ശേഷം ഇതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിഷയം അള്ളാഹു പറയാണ്. അള്ളാഹു തൗഫീഖ് ഇതിൽ അടുത്ത ആഴ്ച പറയാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.